എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടീച്ച് യുവർ ചിൽഡ്രൻ ഹൗ ടു ബി സ്പിരിച്വലി ആൻഡ് മെറ്റീരിയലി സക്സസ്ഫുൾ. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ കണ്ട ഒരു വീഡിയോയുടെ ഒരു തുടർച്ചയാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്തും പറഞ്ഞു കൊടുത്തും അവരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അവർ ഭൗതികപരമായിട്ട് അവർ സക്സസ്ഫുൾ ആണോ, നേട്ടം നേടുന്നുണ്ടോ ജീവിതത്തിൽ, അതേപോലെ തന്നെ ആത്മീയപരമായിട്ടും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ഡിഗ്രി നേടി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി ഒരു ജോലി കിട്ടി, ആ ജോലിയിൽ നിന്നും കുറേ കാശ് സമ്പാദിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത്. പക്ഷെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് അറിയണം. എത്ര മാതാപിതാക്കൾക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ട്? നമുക്ക് അറിയാമെങ്കിലും അതെങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്? പലർക്കും അത് പറ്റാറില്ല. അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കണം. എന്താണ് നന്മ? നന്മ എന്ന് പറയുന്നത് ആളുകൾക്ക് ദാനം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമോ മോശപ്പെട്ട കാര്യമോ, ഒരു നേട്ടമാണെങ്കിലും ഒരു നഷ്ടമാണെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് ശരിക്കും നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ നേടിയെടുത്ത വേറെ ഡിഗ്രി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കാശ് കൊണ്ടോ ഒന്നും ചിലപ്പോൾ ഒരു പക്ഷേ ജീവിതത്തിൽ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് തരണം ചെയ്യണം എന്നുള്ളത് ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശക്തിപ്പെടുത്താനായിട്ടും കൂടെ നമ്മളും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അത് പകർന്നു കൊടുക്കുകയും വേണം ആ ഒരു കഴിവ്. അപ്പോൾ ഇതെല്ലാ മാതാപിതാക്കളുടെയും, ഈ കുട്ടികളില്ലാത്തവരാണെങ്കിൽ പോലും അവർക്കും ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിലെ കുട്ടികളോട് അവർക്കും ഒരു പ്രതിബദ്ധതയുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ രീതിയിൽ ചിന്തിക്കാനും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്, നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും മടി പിടിച്ചിരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായിരുന്നു നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമൂഹത്തിലെ അല്ലെങ്കിൽ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. അത് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ. അതുവഴി നമുക്ക് നല്ലൊരു തലമുറയെ തന്നെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.